ഹായ് ഫ്രണ്ട്സ്, മൈ വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ ഞാനിന്നിവിടെ കാണിക്കാൻ പോണത് ഒരു പഫ് സ്ലീവ് കട്ട് ചെയ്യണതും സാധാ കൈ കട്ട് ചെയ്യണതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഇടാൻ പറഞ്ഞു എങ്ങനെയാണ് ഈ അളവ് എടുക്കുക എന്നുള്ളത്, ഒരാളുടെ ശരീരത്തിൽ നിന്ന് എങ്ങനെയാണ് അളവെടുത്ത് തയ്ക്കുക എന്നുള്ളത്. അപ്പോൾ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഇത് രണ്ടാക്കി മടക്കിയിടുക, രണ്ടാക്കിയല്ല നാലാക്കി മടക്കണം. അപ്പം ഇത് കാണിക്കാൻ വേണ്ടി രണ്ടാക്കി മടക്കുകയാണ്. ഇങ്ങനെ നാലാക്കി മടക്കിയിടുക. ഇത് ഈ അടി ഒന്ന് ഷേപ്പ് ഒന്ന് ഒപ്പാക്കി കൊടുക്കുക. തുമ്പ് ഇതിനെയാണ് കട്ട് ചെയ്ത് കളയുക. ഇനിയിപ്പോൾ ഇത് 36 ഇഞ്ച് ചെസ്റ്റ് അളവുള്ള ഒരാളുടെ അളവാണ് കേട്ടോ. 36 ഇഞ്ച്. അപ്പോൾ കയ്യിറക്കം വരുന്നത് 6 ഇഞ്ചാണ്. 6 ഇഞ്ച് കയ്യിറക്കം വരുന്നത്. അപ്പോൾ നമ്മളിത് ഈ തുമ്പ് ഒന്ന് മടക്കി അടിക്കാൻ ഒരു 1/2 ഇഞ്ച് മേലെ തുന്നൽ തുമ്പ് പോകാനും കൂടി വേണ്ടിയിട്ട് നമ്മളൊരു 7 ഇഞ്ച് എടുക്കണം. 7 ഇഞ്ച് എടുക്കണം. ഈ 7 ഇഞ്ചിൽ നിന്ന് നമ്മൾ ഒരു ലൈന് ഇതുവരെ വെറുതെ വരച്ചു കൊടുക്കും. വെറുതെ ഒരു ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കും. ഇങ്ങനെ വരച്ചു കൊടുക്കും. ഇനി നമ്മൾ ഈ അളവ് എങ്ങനെയാണ് കിട്ടുക ഒരാളുടെ ശരീരത്തിൽ നിന്നാണ് കേട്ടോ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് അറിയോ? ചെസ്റ്റ് അളവിൽ നിന്ന്, ഇത് 36 ഇഞ്ചാണ് ചെസ്റ്റ് അളവ്. ഈ ചെസ്റ്റ് അളവിൽ നിന്ന് 4 ഹരിക്കുക. 4 ഹരിക്കുമ്പോൾ 9 കിട്ടും. ആ 9ൽ നിന്ന് 1 കുറയ്ക്കുക. അപ്പോൾ 8 കിട്ടും. ആ 8 നമ്മളിങ്ങനെ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. 8 ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. ഇനി നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അളവ്, ഈ കൈ കട്ട് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ചെരിഞ്ഞ് വരുമല്ലോ, ആ അളവ് എങ്ങനെ എടുക്കുക എന്നുള്ളത്. അതിന് നമ്മൾ 36നെ 10 കൊണ്ട് ഹരിക്കുക. അപ്പം 3.6 കിട്ടും. അത് ഇതിന്ന് ഇങ്ങനെ 3.6 ഇവിടേക്ക് അടയാളപ്പെടുത്തുക. അപ്പം നമുക്ക് ഇവിടുന്ന് അടയാളപ്പെടുത്തുക. പിന്നെ നമ്മൾ ഈ കൈ ലൂസ് ഇതിന്നൊക്കെ ഓരോ ഇഞ്ച് കൂട്ടിയെടുക്കണം. 1 ഇഞ്ച് പോലെ 1.5 ഇഞ്ചൊക്കെ കൂട്ടിയിട്ട് ഇത് കറക്റ്റാണ്. അതേപോലെ ഇവിടെ ഇത് 6 കൈ ലൂസ് വരുന്നത്. അപ്പോൾ ഇത് 1.5 ഇഞ്ച് കൂട്ടിയെടുക്കുമ്പോൾ 7.5 ഇഞ്ച് വരും. 7.5 ഇഞ്ച് വരും. ഇനി നമ്മൾ ഇത് ഇങ്ങനെ ഇതിക്ക് യോജിപ്പിച്ച് കൊടുക്കും. ഇനി നമുക്ക് ഈ അളവ് ഈ പറഞ്ഞ 8 തന്നെയാണോ നോക്കി നോക്കുക. കറക്റ്റ് 8ലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ഈ ഇവിടുന്ന് എടുത്ത 8 8ലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇത് ഈ കൈ ലൂസ് എത്ര പറഞ്ഞ 6 ഇഞ്ച് ഇത് കൂട്ടിയെടുക്കണം. 1 ഇഞ്ചോ 1.5 ഇഞ്ചൊക്കെ കൂട്ടിയെടുക്കുക. അപ്പം നമ്മൾ ഇതിൽ കൂടെ വരും നമ്മളെ സ്റ്റിച്ച്. ഇതിൽ കൂടെ ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു 1.5 ഇഞ്ച് കൂട്ടിയെടുക്കണം തുന്നൽ തുമ്പ്. ഇനി അഥവാ ഒന്ന് കൂട്ടുകയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ. ഇനി ഇതിങ്ങനെ കട്ട് ചെയ്യുക കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്യുക. നമ്മളെപ്പോഴും കട്ട് ചെയ്യുമ്പോൾ ഇവിടുന്ന് കട്ട് ചെയ്യുമ്പോൾ മുകളിലേക്ക് ഒരു 4 ഇഞ്ച് തള്ളിയിട്ടും, ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 4 ഇഞ്ച് ഇങ്ങനെ മുകളിലേക്ക് തള്ളി, അതുപോലെ തന്നെ ഇങ്ങോട്ട് 4 ഇഞ്ച് അടിയിലേക്ക് തള്ളിയിട്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്യുക സ്ലീവ്. ഇനി ഇതും തന്നെ നമ്മളൊരു പഫ് സ്ലീവ് എങ്ങനെയാണ് നോക്കുക. പഫ് ഇടാനുള്ള ഇവിടുന്ന് ഇങ്ങോട്ട് മുകളിലേക്ക് 4 ഇഞ്ചൊക്കെ കൊടുത്ത് ഒരുപാട് പഫാവും. അതുകൊണ്ടൊരു 3.5 ഇഞ്ചൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല ഇത് പാകത്തിനാവും. ഇനി ഇവിടെ അങ്ങനെ ഒരു 3.5 കൊടുക്കുക. ഇവിടെ അങ്ങനെ ഒരു 3.5 കൊടുക്കുക. ഇനി ഇവിടുന്ന് ഈ 3.5ലേക്ക് യോജിപ്പിച്ച് കൊടുക്കുക. ഇത് കട്ട് ചെയ്തിട്ട് കാണിക്കട്ടെ. മനസ്സിലായി വിചാരിക്കുന്നുണ്ട്.
നമ്മളെ സ്റ്റിച്ച് ഇതിക്കടെ വരും. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, തുടർന്നും ചാനൽ കാണുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. ബൈ.